ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ടിങ്സ് വേൾഡ് അനു അബി. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ വീടിൻ്റെ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ സൗണ്ട് അത്ര ക്ലിയർ ആയിരുന്നില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതാണ് വാർപ്പിൻ്റെ മേൽഭാഗം. അപ്പോൾ മേൽഭാഗം ഫുൾ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയും പണി കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആ കോണി ഇങ്ങനെ സ്റ്റെപ്പ് കയറുന്ന അവിടെ ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു എന്താ പറയുക കെട്ടിപ്പോക്കില്ലേ, അതൊന്നും ചെയ്തിട്ടില്ല, അതൊക്കെ ചെയ്യണേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ വാർപ്പിൻ്റെ മേൽഭാഗം എന്ന് പറയുമ്പോൾ എല്ലാ വീടും താഴ്ന്നതിലാണ്. ഞങ്ങളുടെ ഇത്തിരി എന്താ പറയുക പൊക്കത്തിലാണ് വീട്, അതുകൊണ്ടാണ് കേട്ടോ എല്ലാ വീടും ചെറുതായിട്ട് കാണുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വീടിൻ്റെ പുറത്ത് നിന്ന് തന്നെ തുടങ്ങാൻ വിചാരിച്ചു. ഇപ്പോൾ മുന്നിൽ കുറച്ച് വാഴയൊക്കെ ഉണ്ട്, അതൊക്കെ വെട്ടിക്കളയണം. അപ്പോൾ ഇതാണ് കേട്ടോ സിറ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഓപ്പൺ സിറ്റ് ഔട്ടാണ് കേട്ടോ, ബെഞ്ചൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സിറ്റ് ഔട്ടാണ്. പിന്നെ ഉള്ളിലേക്ക് കയറുമ്പോൾ നായ ചവിട്ടിയിട്ടോ ആ പാട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹാള്. പിന്നെ ഇതുണ്ട്, ഇവിടെ കൂടാണ്, അതായത് നമുക്ക് സെൽഫില്ലേ അങ്ങനത്തെയാണ്. പിന്നെ ഇപ്പുറത്തെ ജനൽ കേട്ടോ, ജനൽ 3 ഉണ്ട് അങ്ങനെ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് ഡൈനിങ് റൂം. ഡൈനിങ് റൂം എന്ന് പറയുമ്പോൾ അത്യാവശ്യം ചെറുതാണ്. ഡൈനിങ് റൂമും ഹാളും കൂടി വന്നുകൊണ്ടാണ് അവർ രണ്ടെണ്ണം അത്യാവശ്യം ചെറുതാക്കിയത്. അപ്പോൾ ഇതാണ് ഡൈനിങ് റൂമിലെ കൂട് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ക്ലാസ്സൊക്കെ ആൾക്കാരൊക്കെ വരുമ്പോൾ ക്ലാസ്സൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വെക്കാൻ പറ്റിയതാണ്. പിന്നെ ഇതാണ് കിച്ചൺ എന്ന് പറയുന്നത്. കിച്ചണിൽ ഈ ജനലിൽ കൂടെ നോക്കിയാൽ നല്ല വ്യൂ ആട്ടോ. അപ്പുറത്ത് അവിടെ കോറിയുണ്ട്, അതൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് അടുക്കളയിലെ സെൽഫ് എന്ന് പറയുന്നത്. നമുക്ക് സാധനങ്ങളൊക്കെ വെക്കണ്ടേ, അതാണ് ഇവിടെ എന്ന് പറയുമ്പം. അത് നമുക്ക് ഇത് എല്ലാ വീട്ടിലും ഉണ്ടാവാറുണ്ട് അല്ലേ, ചില വീട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട്. അടുക്കളേൻ്റെ മേലെ ആവശ്യമില്ലാത്ത നമ്മൾ അങ്ങനെ ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് വർക്ക് ഏരിയ എന്ന് വെച്ചാൽ വർക്ക് ഏരിയ ഉണ്ട്. അപ്പോൾ ഇതാണ് വർക്ക് ഏരിയയിലെ സെൽഫ് എന്ന് പറയുന്നത്. ഇത് ജനൽ ഇത്തിരി നീട്ടുണ്ട് കേട്ടോ ജനലിന്. പിന്നെ ഇത് സിങ്കില്ലേ, നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകണം, അതാട്ടോ ഇത്. പിന്നെ നേരെ ഇങ്ങോട്ട് പോകുമ്പോൾ ഇത് ഡോറാണ്. ഇവിടെ ഡോറ് വെക്കും, പക്ഷെ ഇപ്പോൾ വെച്ചിട്ടില്ല, വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് പുറത്തേക്കത്തെ കാഴ്ചകൾ. പിന്നെ ഇത് സ്റ്റോർ റൂമാണ് കേട്ടോ, സ്റ്റോർ റൂം. അപ്പോൾ ഈ സ്റ്റോർ റൂമത്തെ ജനലാണ് ഇത്. അപ്പോൾ അങ്ങനെയാണ്, ഇത് ഒരു കുഞ്ഞു സ്റ്റോർ റൂമൊക്കെയാണ്. പിന്നെ പുറത്തേക്ക് വന്നിട്ട് ഇനി നമുക്ക് റൂമിലോട്ട് പോവാം. ഞങ്ങളിപ്പോൾ തന്നെ റൂമൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അത്യാവശ്യം അറ്റാച്ച്ഡ് ബാത്റൂമുള്ള റൂം തന്നെ വേണം, പിന്നെ അത്യാവശ്യം വലിയ റൂം തന്നെ വേണം പറഞ്ഞു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ. അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്. ഇതാണ് അതിൽ സെൽഫ് എന്ന് പറയുന്നത്, അതായത് അലമാറ, നമ്മുടെ തുണിയൊക്കെ വയ്ക്കാൻ പറ്റിയ അലമാറ കേട്ടോ അത്. അപ്പോൾ അവിടെയാണ് വെക്കുന്നത്. പിന്നെ ഇപ്പുറത്ത് ഒരു ജനൽ അതിൽ 3 ഇതുണ്ട്. പിന്നെ നിലം ഇതൊക്കെയാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ബാത്റൂമാട്ടോ. ഇത് കാണുന്നത് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്, അത് കോമൺ ബാത്റൂമാണ്. ഇതിൻ്റെ നടുവിൽ ഒരു വരി കെട്ടും, അങ്ങനെ പൊക്കി കെട്ടും. അത് കെട്ടണല്ലോ, അത് കുറച്ചും കൂടി കഴിയണം, 10-15 ദിവസം കൂടി കഴിയണം. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഏകദേശമൊക്കെ കിട്ടും, പക്ഷെ ഫുള്ളൊന്നും കിട്ടില്ല. അപ്പോൾ ഇതാണ് അച്ഛൻ്റെ റൂം, അച്ഛൻ്റെയും അമ്മയുടെയും റൂമാണിത്. ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് പ്രത്യേകം എന്താ വെച്ചാൽ 2 ജനലുണ്ട്, അതാണ് കേട്ടോ, 2 ജനലുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് അവരുടെ സെൽഫ് എന്ന് പറയുന്നത്. ഒരു അത്യാവശ്യം വലിയ സെൽഫ് തന്നെയാണ്, ഇവർക്കും തുണികളൊക്കെ വെക്കാനാണ് കേട്ടോ. പിന്നെ കോണിപ്പടിയുടെ താഴെയും നമ്മുടെ വാഷ് ബേസ് വരിക, കൈ കഴുകാനൊക്കെ വാഷ് ബേസ് വരിക. അപ്പോൾ ഫുള്ള് കാണിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു വീട്. അപ്പോൾ ഫുൾ പണി കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ല ഹോം ടൂറൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് മുകളിലത്തൊക്കെ കഴിയണമല്ലോ, എല്ലാ പണിയും കഴിയണേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, നായ കയറിയിട്ട് അവിടെ അടയാളമൊക്കെ ആയിന്ന്. അപ്പോൾ അതിന് ശേഷം ഇത് വെക്കും കേട്ടോ, കാരണം ഇനി നായ കയറണ്ട എന്ന് വിചാരിച്ചിട്ടാണ്.
ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പുറത്തത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അപ്പോൾ ഇനി ഞാൻ സംസാരിക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ബായ്.